ജെ പി ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എക്സൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആണ്. അതിലൊന്നാമതായി PMT. എക്സൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഫങ്ഷനാണ് PMT എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനകത്ത് നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ മന്ത്ലി അതിനെത്ര അടവ് വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് PMT എന്ന് പറയുന്നത്. PMT കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ റേറ്റ് അറിയണം, എമൗണ്ട് അറിയണം, പ്രസൻറ്റ് വാല്യൂ എത്ര എമൗണ്ടിലാണ് ലോൺ എടുക്കുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രസൻറ്റ് വാല്യൂ റേറ്റ് 7% ഇൻട്രസ്റ്റ് ആണ് ഞാൻ എടുക്കുന്ന എമൗണ്ടിൻ്റെ റേറ്റ് എന്ന് പറയാം, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എത്ര ഡ്യൂറേഷനിലാണ് ലോൺ എടുക്കുന്നത്? ഞാനവിടെ 10 മന്താണ് ഡ്യൂറേഷൻ. NPER എന്ന് പറയുന്നത് ഇയർ ആണ്, നമ്പർ ഓഫ് ഇയർ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഞാനവിടെ 10 മന്താണ്. അങ്ങനെയാണെങ്കിൽ മന്ത്ലി ഉള്ള അടവ് കാൽക്കുലേറ്റ് ചെയ്യാൻ = PMT ഓഫ് ശതമാനം പറയാം. ഒരു വർഷത്തേക്കാണ് 7%. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 10 മാസത്തേക്കാണ്. അപ്പം ഒരു മാസത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 7% ഡിവൈഡഡ് ബൈ 12, ഡ്യൂറേഷൻ പറയാം 10 മന്താണ്. എമൗണ്ട് പറയാം, എത്രയാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത് എന്ന് മെൻഷൻ ചെയ്യുക. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് മന്ത്ലി നിങ്ങളുടെ എമൗണ്ട് വരാം. മന്ത്ലി 1032 രൂപ 36 പൈസ. നെക്സ്റ്റ് എക്സൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ്, ഫിനാൻഷ്യൽ ഫംഗ്ഷനാണ് FE എന്ന് പറയാം. ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഞാനൊരു ഫിക്സഡ് എമൗണ്ട് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിനകത്ത് ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞാൽ ടോട്ടൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് FE, ഫ്യൂച്ചർ വാല്യൂ. സോ റേറ്റ് എത്ര ശതമാനം ഇൻട്രസ്റ്റിലാണ് ഞാൻ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്, NPER എത്ര വർഷത്തേക്കാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്, ദെൻ എത്ര എമൗണ്ടാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പ്രസൻറ്റ് വാല്യൂ 1 lakh. 1 lakh ഒരു വർഷത്തേക്ക് 8% ഇൻട്രസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ് അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ അതിന് = FE ഓഫ് FE ഫംഗ്ഷൻ യൂസ് ചെയ്യുക. PMT അവിടെ PMT പറയുന്നത് ഇൻ കേസ് ഈ ഡ്യൂറേഷൻ്റെ അകത്ത് മന്ത്ലി ഞാൻ എന്തെങ്കിലും അടവ് അടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മന്ത്ലി 500 രൂപ 100 രൂപ വെച്ച് എക്സ്ട്രാ എമൗണ്ട് ആഡ് ചെയ്യുന്നുണ്ടോ അത് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി വേറെ എമൗണ്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ദെൻ = FE ഓഫ് എത്ര ശതമാനം ഇൻട്രസ്റ്റ്, 8% ഇൻട്രസ്റ്റ് ഒരു വർഷത്തേക്കാണ്. അപ്പോൾ 1 year, 0 എന്ന് പറയുന്നത് ഈ ഡ്യൂറേഷനിടയിൽ ബാക്കി ഒരു എമൗണ്ടും ഞാൻ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ദെൻ ടോട്ടൽ എമൗണ്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 1,08,000 രൂപയാണ് ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട്.